ടേക്ക് എടുക്കുന്ന സമയത്ത് സജഷനിലൊക്കെ നിൽക്കുമ്പം ഇമോഷണൽ റോൾ ആണെങ്കിലും ഓപ്പോസിറ്റ് നിന്നിട്ട് പറ്റിയ ചിരിപ്പിക്കുക അല്ലേ, അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടല്ലേ? ഈ ടേക്കിന്റെ മുന്നേ ഉണ്ടല്ലോ ആക്ഷൻ പറയുന്നതിന്റെ മുന്നേ റോളിംഗ് വരെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കും. അപ്പൊ ആക്ഷന് നമുക്ക് ആളാവാൻ പറ്റൂല. ഉറപ്പായിട്ടും പറ്റില്ല. പക്ഷെ ലാലേട്ടന് പറ്റും. ഓഗസ്റ്റ് മാസം 2-ാം തീയതി ആക്ച്വലി ഏതാണ് ദിവസം? ആദ്യ ഭാഗത്തിലെ ജോർജ് കുട്ടിയുടെ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഒരു ജീപ്പ്, ഒരു സൈക്കിള്. അതെ, ജീപ്പിന്റെ മോഡൽ അറിയോ? ഏതാ മോഡൽ? ഏതാ? ബജാജ്. ബജാജ് ജീപ്പ്. അൻസുബ എസ്തർ ആദ്യം ഒരു സാധനം തെറ്റിച്ചു, എന്തോ ഡയലോഗ് മിസ്സായി പോയി. അടുത്ത ഡയലോഗ് ഞാനാ പറയണ്ടേ. എനിക്ക് ആക്ച്വലി അവള് മിസ് ചെയ്യുന്നത് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു എന്റെ ഡയലോഗ് കേട്ടോ. ഞാനേ അവളെ തന്നെ നോക്കിയിരിക്കും, എന്നിട്ട് ഞാൻ തെറ്റിച്ച്. ജിത്തു സാർ മോണിറ്ററിന്റെ അടുത്ത് വിളിച്ചിട്ട് ഓർമ്മയുണ്ടോ അത് വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് ഇന്നും അറിയില്ല എന്തിനാ വിളിച്ചതെന്ന്. ഞാൻ അവിടെ പോയിട്ട് എന്തോ ഞാൻ കേട്ടു, ഞാൻ തിരിച്ചു വന്നു. സഹദേവൻ വന്ന് ചവിട്ടുന്ന ഒരു സീനുണ്ട്. ചവിട്ടി കഴിഞ്ഞിട്ട് മക്കളപ്പുറത്ത് വറീഡാണ്, റാണി വറീഡാണ്. പുള്ളി തിരിഞ്ഞിട്ട് അവരെ നോക്കി ഒരു ചിരി ചിരിക്കും, കുഴപ്പമില്ല എന്നുള്ള പോലെ. ദാറ്റ് ഈസ് ഹാർട്ട് ബ്രേക്കിംഗ്. ഞാൻ എന്തുകൊണ്ട് അത് ഓർത്തിരിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ തെലുഗുവിൽ റീമേക്ക് ചെയ്തു. അപ്പം ശ്രീപ്രിയ ഗാരു ആയിരുന്നു അത് ഡയറക്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ പറഞ്ഞു വെങ്കി ഇങ്ങനെയാണ് ഷോട്ട്, ഇതുവരെ വന്ന് ഇടിക്കും, അപ്പൊ ഇങ്ങനെ തിരിഞ്ഞിട്ട് ചിരിക്കുക. അപ്പോൾ വെങ്കി അങ്കിള് പറഞ്ഞു, അമ്മ അത് പണ്ണ മുടിയാതെ, അത് ഓൺലി മോഹൻലാൽ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു.